അതുപോലെ ചിലവും മുന്നോട്ട് കൊണ്ടുപോകാം. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നത് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ലാഭിക്കാൻ ശ്രമിച്ചാലും ചിലവായി പോകുന്ന പണത്തിൻ്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് വിശദമായിട്ട് നോക്കാം. നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുണ്ടോ? ഇതിനൊരു അവസാനമില്ലല്ലോ എന്ന് പരിതപിക്കുന്നുണ്ടോ? ലോകത്തെവിടെയാണെങ്കിലും മനുഷ്യർ ഒരുപോലെ നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധികളിൽ ഒന്നാണ് സാമ്പത്തിക പ്രതിസന്ധി. അപ്രതീക്ഷിതമായി വരുന്ന ചെലവുകൾ, പ്രലോഭനപരമായ സെയിലുകൾ തുടങ്ങി നിരവധി കാരണങ്ങൾ അനന്തരഫലമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത്. നാം അനുഭവിക്കുന്ന സാമ്പത്തികമായ അസന്തുലിതാവസ്ഥയെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് പ്രധാനമാണ്. ഈ അവബോധമാണ് സാമ്പത്തിക സുരക്ഷ കൈവരിക്കുന്നതിന് ഓരോ വ്യക്തിയെ നയിക്കുന്ന ആദ്യപടി. ലാഭിക്കാൻ ശ്രമിച്ചാലും ചിലവായി പോകുന്ന പണത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ചിലവ് കൃത്യമായി കുറിച്ചു വയ്ക്കാനിരിക്കുന്നത് അതിലൊരു പ്രധാന പ്രശ്നമാണ്. വരവ് പോലെ ചിലവും നടക്കുമെന്ന ചിന്തയാണ് ചിലർക്ക്. അത് ശരിയല്ല. കൃത്യമായി എത്ര രൂപ കയ്യിലുണ്ടെന്നും എത്ര രൂപ പ്രതിദിനം ചിലവാകാൻ പോകുന്നുണ്ടെന്നും കൃത്യമായ ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇത്തരത്തിൽ ചിലവ് സംബന്ധിച്ച ഒരു രേഖ ഉണ്ടാകുന്നത് ഓരോ മാസത്തിൻ്റെയും അവസാനത്തിൽ കൃത്യമായ വിശകലനത്തിന് നമ്മളെ സഹായിക്കും. എവിടെയാണ് കൂടുതൽ പണം നമ്മൾ ചിലവാക്കിയതെന്ന തിരിച്ചറിവ് ഉണ്ടാകാൻ ഇത് നമ്മളെ വളരെയധികം സഹായിക്കും. മറ്റൊന്നാണ് സേവിങ്സ് ശീലം. സമ്പാദിക്കുന്നത് എന്നതുകൊണ്ട് മാത്രമായില്ല, കൃത്യമായ പ്ലാനിങ്ങിലൂടെ പണം സേവ് ചെയ്യാമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ചിലർ പണം കയ്യിലുണ്ടാകുമ്പോൾ ചിലവാക്കേണ്ടതിനെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. ഈ ശീലം തുടരുന്നതോടെ പണം സേവ് ചെയ്യണമെന്ന ചിന്ത അവർക്കില്ലാതാകുന്നു. പ്രതിമാസം ചെറിയ തുകയെങ്കിലും മാറ്റിവെക്കാൻ ശ്രമിക്കാതിരിക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ വളരെയധികം ദോഷം ചെയ്യുന്നു. ഇവരെ കൃത്യമായ ബജറ്റ് പ്ലാനിങ് ഇല്ലാതിരിക്കുന്നതാണ് മറ്റൊരു പ്രധാന ദോഷം. കൃത്യമായി ബജറ്റ് പ്ലാൻ ചെയ്യാതിരിക്കുന്നത് പണം കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ചയുണ്ടാക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഓരോ മാസവും വ്യക്തിപരമായ കാര്യങ്ങൾക്കും വീട്ടുചെലവിനും കൃത്യമായ പണം കണക്കുകൂട്ടി ബജറ്റ് തയ്യാറാക്കുന്ന ചിലവ് നിയന്ത്രിക്കാൻ നിങ്ങളെ വളരെയധികം സഹായിക്കും. ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ക്രെഡിറ്റ് കാർഡുകളുടെ അമിതമായ ഉപയോഗം. കാർഡ് സ്വൈപ്പ് ചെയ്തും പണം ചിലവാക്കുന്നത് അത്ര പ്രയാസമുള്ള കാര്യമല്ല ഇന്നത്തെ കാലത്ത്. പക്ഷേ ചിലവാക്കിയതിനു ശേഷം എന്തുണ്ടാകും എന്ന് ചിന്തിക്കാറില്ല പലരും. ക്രെഡിറ്റ് കാർഡുകൾ അമിതമായി ഉപയോഗിക്കുന്നത് കടബാധ്യതയിലേക്ക് വരെ നയിച്ചേക്കും. ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡിനെ ആശ്രയിക്കുന്ന ഉയർന്ന ബില്ലുകളിലാണ് കലാശിക്കുക. ഇത് കൃത്യമായി അടച്ചു തീർക്കാനും പ്രയാസമായിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊക്കെയാണ് നിങ്ങളെ കടബാധ്യതയിലേക്കും സേവിങ്സ് ഇല്ലാതാക്കുന്നതിലേക്കും മറ്റുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കെല്ലാം കൊണ്ടുപോകുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. Always stay good and stay happy.